രാവിലെ തന്നെ വിവാഹ അതിഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു ബസ് ഗ്രാമത്തിലെത്തി. എല്ലാവരും വാഹനത്തിൽ നിന്നിറങ്ങി വീടുകളിലേക്ക് പോയി. പക്ഷെ ഗജോദർ, അദ്ദേഹത്തിന്റെ വധു മമത, സഹോദരി പായൽ, വൃദ്ധരായ മാതാപിതാക്കൾ എന്നിവർ ബസ്സിൽ തന്നെ ഇരുന്നു. നമ്മൾ ഇവിടെ ഈ ബസ്സിൽ തന്നെ ഇരിക്കാൻ പോവുകയാണോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. ആരും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. വാ, നമുക്കും താഴേക്കിറങ്ങാം. ചേട്ടത്തി, ഈ ബസ് തന്നെയാണ് നിങ്ങളുടെ വീട്. ഞങ്ങളുടെ പക്കൽ വേറെ വീടൊന്നുമില്ല. ഇത് കേട്ട് മമതയുടെ കാലിനടിയിലെ ഭൂമി ഒലിച്ചു പോകും പോലെ തോന്നി. പക്ഷേ ഇവർക്ക് ബസ്സുണ്ടെങ്കിൽ പിന്നെ വീട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ബസ്സാണോ ഇനി ജീവിതകാലത്തേക്ക് മമതയുടെ ഭർതൃഗൃഹം? ഇതെല്ലാം അറിയാൻ കഥയിൽ നമുക്ക് അല്പം പിന്നോട്ടു പോകേണ്ടതുണ്ട്. ഗജോദർ റാംപൂർ ഗ്രാമത്തിൽ തന്റെ മാതാപിതാക്കൾക്കും അനുജത്തി പായലിനുമൊപ്പം ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. അയാൾ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. റാംപൂരുകാരെ വേഗം വരൂ, വേഗം വരൂ. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. ഇത് റാംപൂരിലേക്ക് പോകുമോ? ഹേ അങ്കിൾ, നിങ്ങൾക്കെന്താ കേട്ടൂടെ? എത്ര സമയമായി ഞാൻ തൊണ്ടവെട്ടി നിലവിളിക്കുന്നു. നിങ്ങൾ ഡ്രൈവർമാർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്. വേഗം ഇരിക്കൂ, ബസ് നിറഞ്ഞിരിക്കുന്നു. എന്തൊരു ജീവിതമാണ്. കണ്ടക്ടറായും ഡ്രൈവറായും ഞാൻ തന്നെ ജോലി ചെയ്യണം. അയാൾ ബസ്സിൽ കയറി. അങ്ങനെ അവർ പുറപ്പെട്ടു. കുറച്ചു സമയത്തിൽ അവർ റാംപൂരിൽ എത്തിച്ചേർന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. അതിനുശേഷം ഗജോദർ ആ ബസ് തന്റെ വീടിന് മുന്നിൽ ഒതുക്കിയ ശേഷം വീടിനുള്ളിലേക്ക് പോയി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ പണ്ഡിറ്റ് ജി വന്നിട്ടുണ്ടായിരുന്നു. ഓ പണ്ഡിറ്റ് ജി, ഞങ്ങൾ ഹോമം ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഗജോദാർ, നിനക്കൊരു നല്ല ആലോചനയുമായിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പോ നീ നല്ലൊരു ബസ് ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഇനി ഒരു വിവാഹമൊക്കെ കഴിക്ക്. എന്നിട്ട് വേണ്ടേ നിന്റെ പെങ്ങളെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കുവാൻ. പണ്ഡിറ്റ് ജി, ഞാൻ ഈ ബസ് വാടകയ്ക്കാണ് ഓടിക്കുന്നത്. ഞാൻ ആ ബസിന്റെ ഉടമയല്ല. മകനെ, ഈ ഗ്രാമത്തിലെ നിന്നെക്കാളും ദരിദ്രരായവരിൽ ഭൂരിഭാഗവും വിവാഹിതരായി. നിങ്ങൾക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നത്. എങ്കിൽ ശരി പണ്ഡിറ്റ് ജി, ഞാൻ ഇപ്പോൾ തന്നെ പെണ്ണ് കാണാൻ പോകാൻ തയ്യാറാണ്. നീ ഇപ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറിയോ? രാത്രിയാവാറായി. ഇനി നാളെ നമുക്ക് സമാധാനമായി പോയി വരാം. ഇല്ല പണ്ഡിറ്റ് ജി, ഞാനൊരു ഡ്രൈവറാണ്. എപ്പോൾ സമയം കിട്ടും എപ്പോൾ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പോകണം. എല്ലാവരും പെട്ടെന്ന് തയ്യാറായി ബസ്സിൽ കയറി പെൺകുട്ടിയെ കാണാനായി പുറപ്പെട്ടു. പെൺകുട്ടിയുടെ പേര് മമത എന്നായിരുന്നു. ഇരുവർക്കും പരസ്പരം കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. വിവാഹവും അതേ ദിവസം തന്നെ നിശ്ചയിച്ചു. അങ്ങനെ ഗജോദറിന്റെ വിവാഹം ഗ്രാമം മുഴുവൻ പരന്നു. കാരണം എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു. മറുവശത്ത് ഒരു ഗ്രാമത്തലവനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ അക്കൗണ്ടന്റിനോട് പറഞ്ഞു, മുനീംജി, ഗജോദാറിന്റെ വിവാഹം നാളെയാണ് കേട്ടല്ലോ. ശരിയാണ് പ്രധാൻജി. പാവം, അയാൾ നമുക്കും വിവാഹ ക്ഷണക്കത്ത് തന്നതല്ലേ. അപ്പോൾ നമ്മളും പോകണ്ടേ? വിവാഹം തന്നെ ഇല്ലാത്തപ്പോൾ പിന്നെ വിവാഹ ആഘോഷത്തിന് നിങ്ങൾ എങ്ങനെ പോകും? എനിക്ക് അത് മനസ്സിലായില്ല പ്രധാൻജി. ഓർത്തു നോക്കൂ, കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗജോദാറിന് ജോലി ഒന്നും ഇല്ലാത്ത സമയത്ത് അവന്റെ അമ്മയുടെ ആരോഗ്യം വളരെയധികം വഷളായിരുന്നു. അവർക്ക് ഓപ്പറേഷൻ നടത്തുവാൻ ഗജോദാർ എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അത് ഇന്നുവരെ തിരിച്ചടച്ചിട്ടില്ല. ഇപ്പോൾ അവൻ ഒരു ബസ് ഡ്രൈവറൊക്കെ ആയി. അവന്റെ വിവാഹവും ഉറപ്പിച്ചു. അതിനർത്ഥം അവന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം പൈസ ഉണ്ടാകുമെന്നാണ്. വിവാഹത്തിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങണം. ആ പ്രധാൻജി, രേഖകൾ അനുസരിച്ച് പറഞ്ഞ സമയത്ത് അവന് പണം തിരികെ നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ വീടും മുഴുവൻ ഭൂമിയും നിങ്ങളുടെ പേരിലായി മാറുന്നതാണ്. ഇപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അവന്റെ വീട് ഇപ്പോൾ തന്നെ ജപ്തി ചെയ്യാം. ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോടൊപ്പം അവന്റെ വീട്ടിലേക്ക് വരാം. അവൻ പണം തന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവന്റെ വീടും കൃഷിയിടവും ജപ്തി ചെയ്യാം. വൈകുന്നേരം ഗജോദർ വന്നയുടൻ പ്രധാൻജിയും മുനീംജിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കണ്ടു. നോക്ക് ഗജോദാർ, ഞങ്ങൾ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ കരാർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ എന്റെ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീടും കൃഷിയിടവും എന്റേതായി മാറും. എന്റെ കൈവശം അത്രയും പണം ഒറ്റയടിക്ക് എനിക്ക് നൽകാൻ കഴിയില്ല. ഞാൻ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ വിവാഹശേഷം നിങ്ങളുടെ പണം പതുക്കെ തിരികെ തരാമെന്നാ വിചാരിക്കുന്നത്. പക്ഷേ ഈ കടലാസുകൾ അനുസരിച്ച് പണം നൽകുവാനുള്ള സമയം ഇന്നുവരെ മാത്രമായിരുന്നു. പണമില്ലെങ്കിൽ വീട് ഒഴിയണം. പ്രധാൻജി, ഈ ഗ്രാമത്തിലെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ. ഒരു കുടുംബം എന്ന നിലയിൽ ഇതുവരെ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിയമം എന്നൊന്നില്ലേ കൂട്ടരെ? ഒന്നെങ്കിൽ പണം തിരികെ തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കും. അതെ മുനീംജി, ഇവർക്ക് 2 മണിക്കൂർ കൂടെ കൊടുക്കാം. ഇത്രയും പറഞ്ഞ് പ്രധാൻജിയും മുനീംജിയും അവിടെ നിന്ന് പോയി. ഗജോദറിന്റെ കുടുംബം ആശങ്കാകുലരായി നിന്നു. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ഇന്ന് ഈ വീട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ ആ വിവാഹം നടക്കില്ല. പിന്നെ സംഭവിച്ചത് ഇതാണ്.
2 മണിക്കൂറിന് ശേഷം പ്രധാന ചില ആളുകൾ വന്നു. ഗജോദറിന്റെ കുടുംബത്തെ അവരുടെ സാധനങ്ങൾക്കൊപ്പം പുറത്താക്കി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ബസ്സിൽ കയറി ഗ്രാമത്തിൽ നിന്നും യാത്രയായി. ഇതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഗജോദർ വിവാഹ ഘോഷയാത്രയുമായി ബസ്സിൽ പോയി. ബസ്സിൽ തന്നെ തിരികെയും വന്നു. ഇനി വീണ്ടും ഇപ്പോഴത്തെ കഥ ഒന്ന് കേൾക്കാം. ഇതാണോ കാര്യം? പക്ഷെ വിഷമിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾ എന്റെ കുടുംബമാണ്. നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു. അങ്ങനെ അവരെല്ലാവരും ബസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ, ഈ ബസ് എന്റേതല്ല. പണം സമ്പാദിക്കാൻ എനിക്കിത് ഓടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബോസ് ഇതും എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും. നിങ്ങൾ ബസ്സുമായി പോയിക്കോളൂ. ഞങ്ങൾ ഇവിടെ ഈ കാട്ടിൽ തന്നെ ഇരുന്നോളാം. മകളെ, നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉടൻ തന്നെ അവൾ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയേനെ. അതേ ചേട്ടത്തി, ശരിക്കും നിങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ഗജോദർ പകൽ മുഴുവൻ ബസ് ഓടിച്ചു. രാത്രി അവൻ ബസ്സുമായി കാട്ടിലേക്ക് പോകും. എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കിടന്നുറങ്ങും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ബസ് ഉടമ പറഞ്ഞു, ബസ് പാർക്ക് ചെയ്യാൻ ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇനി നീ പകൽ മുഴുവനും ബസ് ഓടിച്ച് രാത്രി ബസ് ഇവിടെ തന്നെ ഇടണം. വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് കേട്ട് ഗജോദർ വിഷമിച്ചു. അവനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം ഇപ്പോൾ ആ ബസ് അവന്റെ വീടായിരുന്നു. അതുകൊണ്ട് ഗജോദർ കാര്യങ്ങളെല്ലാം തന്റെ ബോസിനോട് തുറന്നു പറഞ്ഞു. ബോസ്, എന്റെ നവവധുവും വീട്ടുകാരും കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരിക്കും. ഞാൻ രാത്രിയിൽ ബസ് കൊണ്ടുചെന്നില്ലെങ്കിൽ അവരെല്ലാവരും എവിടെ കിടക്കും? ഈ ബസ് തന്നെയാ അവരുടെ വീട്. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായോ? വിവാഹ ദിവസം തന്നെ ആ പ്രധാൻ നിങ്ങളുടെ വീട് തട്ടിയെടുത്തോ? എന്നിട്ട് നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞതുപോലുമില്ല. നിങ്ങൾ ഡ്രൈവർമാരെല്ലാവരും എന്റെ കുടുംബം പോലെയാ. നീ വന്ന സമയം മുതൽ 2 ബസ്സിൽ നിന്നും ഞാൻ 4 ബസ്സുകൾ വാങ്ങി. ഞാൻ നിനക്ക് പണം തരാം. പോയി ആ മേധാവിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക്. എന്നിട്ട് നിങ്ങളുടെ വീട് തിരിച്ചു വാങ്ങ്. ബോസ്, ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് ദൈവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. നന്ദി പറയേണ്ട ആവശ്യം എന്താണ്? ഈ പണം നീ എനിക്ക് തിരിച്ചു തരണം. പതുക്കെ പതുക്കെ. പക്ഷെ ഇപ്പോൾ നീ ചെന്ന് നിന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിലെ സ്ത്രീകളെ പുറത്തുപേക്ഷിക്കരുത്. പിന്നെ വേഗം തന്നെ പണം സമാഹരിച്ച് വീട് ശരിയാക്ക്. പിന്നെ നീയും ഒരു ബസ് വാങ്ങ്. എന്റെ എല്ലാ ഡ്രൈവർമാരും എന്നും ഡ്രൈവർമാരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അന്ന് രാത്രി തന്നെ ഗജോദർ പണം കൊടുത്ത് തന്റെ വീട് തിരികെ വാങ്ങി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ധോലാപൂർ ഗ്രാമം ഇപ്പോഴും പഴയ ആചാരങ്ങളും ചിന്തകളുമാണ് കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴും പഴയ പാരമ്പര്യമാണ് അവർ കൊണ്ടുപോകുന്നത്. അതുതന്നെ ആളുകൾ വിശ്വസിച്ചു. ഈ പാരമ്പര്യത്തിലെ ഒരു പാരമ്പര്യമായിരുന്നു ഘോഷയാത്രയിൽ സ്ത്രീകളില്ല. അവിടുത്തെ സ്ത്രീകളാരും ഘോഷയാത്രയിൽ പോകാൻ പാടില്ല. വെറും പുരുഷന്മാർ മാത്രമേ പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ തലവൻ രത്തൻ സിംഗിന്റെ ഏകമകൻ അനിലിന്റെ ഘോഷയാത്ര പാലൻപുർ ഗ്രാമത്തിലായിരുന്നു. അതിനുവേണ്ടി ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും ഘോഷയാത്രയ്ക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. മാളികയിൽ ഒരുപാട് തിക്കും തിരക്കുമായിരുന്നു. നഗരത്തിൽ താമസിച്ചിരുന്ന അനിലിന്റെ അമ്മായിയുടെ മകൾ ശീതൾ, അവളും ഈ വിഭാഗത്തിന്റെ ഭാഗമാകാൻ ആദ്യമായിട്ടാണ് ധോൽപൂർ ഗ്രാമത്തിൽ വരുന്നത്. അമ്മായി, ഘോഷയാത്രയ്ക്ക് അമ്മായി എന്താ ധരിക്കുന്നത്? ഞാൻ നഗരത്തിൽ നിന്നും എനിക്ക് ഈ ലഹങ്ക വാങ്ങിക്കൊണ്ടുവന്നതാ. നോക്കൂ, ഘോഷയാത്രയ്ക്ക് ഇതെങ്ങനെയുണ്ടാവും? രജനി, നീ ശീതളിനോട് പറഞ്ഞിട്ടില്ലേ? അത് ചേച്ചി ശീതൾ വരുമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കാണുമെന്നാ കരുതിയത്. അതുകൊണ്ടാ ഫോണിൽ പറയാത്തത്. എന്താ അമ്മേ പറയാത്തത്? അമ്മായി ഇതെന്താ പറയുന്നത്? അത് ശീതൾ. പെട്ടെന്ന് പുരുഷന്മാർ വന്നു. അനിലിന്റെ അമ്മേ, ഘോഷയാത്രയ്ക്ക് വേണ്ട 2 വസ്ത്രം എന്റെ ബാഗിലിട്ടോ. ചിലപ്പോൾ ഘോഷയാത്ര അങ്ങ് എത്താൻ 2 ദിവസമായേക്കും. ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് കാടുണ്ടെന്ന്. നമ്മൾ ഘോഷയാത്ര ശ്രദ്ധിച്ചു പോയേ പറ്റൂ. വളരെ സാവധാനം. അത് പിന്നെ അങ്ങനെ തന്നെ പോകണമല്ലോ. നമ്മുടെ കൂടെ ഘോഷയാത്രയിൽ സ്ത്രീകളൊന്നുമില്ലല്ലോ. നമ്മൾ പുരുഷന്മാർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. സ്ത്രീകൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യം വന്നേനെ. സ്ത്രീകൾ ഘോഷയാത്രയ്ക്ക് വരുന്നില്ലല്ലോ. അമ്മാവ, ഘോഷയാത്രയ്ക്ക് നിങ്ങളാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും? ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. പിന്നെ കല്യാണത്തിന് ശേഷം അടിച്ചു പൊളിക്കാം. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് പെണ്ണുങ്ങൾ ഘോഷയാത്രയ്ക്ക് പോകരുതെന്ന്. അതെന്താ? കാരണം പാരമ്പര്യമായി നമ്മൾ ഇങ്ങനെയാണ് ആചരിക്കുന്നത്. വീട്ടിലെ സ്ത്രീകൾ ഘോഷയാത്രയ്ക്ക് പോകില്ല. ഇത് തെറ്റല്ലേ അമ്മാവ? അനിൽ ചേട്ടന്റെ കല്യാണ ഘോഷയാത്രയ്ക്ക് ഞാൻ വരരുതെന്നോ? പിന്നെന്തിനാണ് ഞാനിവിടെ വന്നത്? എനിക്കിനിയും ചേട്ടന്റെ കല്യാണത്തിന് വരാൻ അവസരം കിട്ടില്ല. അനിൽ ചേട്ടാ, ചേട്ടന് ആഗ്രഹമല്ലേ ഞാൻ ഘോഷയാത്രയ്ക്ക് വരണമെന്ന്? ഞാനൊന്നും പറയുന്നില്ല ശീതൾ. ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കാര്യമാ. ഘോഷയാത്രയ്ക്ക് വീട്ടിലെ സ്ത്രീകളാരും പോകില്ല എന്ന്. പുരുഷന്മാർ പോകും, കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരും. ഞാനെന്ത് പറയാനാ? ഇത് പഴയ ആചാരമല്ലേ. പാരമ്പര്യമായി നടത്തുന്നത് ഞാനെന്തിനു നിർത്തണം? നിർത്തുകയൊന്നും വേണ്ട. വീട്ടിലെ സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി. കല്യാണ ആവശ്യങ്ങൾക്ക് പുരുഷന്മാർ പോകും. സ്ത്രീകൾ വീട്ടിലെ 4 ചുമരിനുള്ളിൽ ഇരുന്നാലാണ് നല്ലത്. വീട്ടിലിരിക്കേണ്ടവർ വീട്ടിൽ തന്നെ ഇരിക്കണം.
നിങ്ങൾ സ്ത്രീകൾ ഘോഷയാത്രയ്ക്ക് പോകാൻ ഞങ്ങളെ തയ്യാറാക്ക്. ഞങ്ങൾ വെളിയിലത്തെ പണികൾ നോക്കട്ടെ. പുരുഷന്മാർ പറഞ്ഞു കഴിഞ്ഞ് അവരെല്ലാം പോയി. ശീതളിന് ഇപ്പോഴും ഈ പരമ്പരാഗത ചടങ്ങിനെ അംഗീകരിക്കാൻ പറ്റിയില്ല. അവൾ അമ്മായിയുടെ കൂടെ ഇരുന്ന് ആ ചടങ്ങിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളുടെയും മുഖത്തു നോക്കി. അവരെ കണ്ടാൽ തോന്നും അവരെയെല്ലാം നിർബന്ധിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത് പോലെ. ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഘോഷയാത്രയ്ക്ക് പോകണമെന്ന് ശീതളിനറിയാം. ആർക്കാണ് ആഗ്രഹമില്ലാത്തത് മകന്റെ ഘോഷയാത്രയ്ക്ക് പോകാൻ, സന്തോഷത്തോടെ ഡാൻസ് കളിക്കാൻ, ഒച്ചയുണ്ടാക്കാൻ? എന്നാൽ ധോൽപൂർ ഗ്രാമത്തിലെ സ്ത്രീകൾ വീട്ടിൽ തന്നെയാണ്. അവരുടെ ആഗ്രഹം മനസ്സിൽ തന്നെയാണ്. ശീതളിനപ്പോൾ മനസ്സിൽ തോന്നി ഈ പരമ്പരാഗത ആചാരം മാറ്റണമെന്ന്. അതുകൊണ്ട് ഘോഷയാത്രയിൽ അവൾ അമ്മായിയെ പറഞ്ഞു മനസ്സിലാക്കി ധൈര്യം കൊടുത്തു. അമ്മായി, നമുക്ക് നല്ലൊരവസരം കിട്ടിയിരിക്കുക. നമുക്ക് ഈ പരമ്പരാഗത നിയമം മാറ്റണം. അതുകൊണ്ട് ഘോഷയാത്രയ്ക്ക് നമുക്കും പോണം. നമുക്ക് ഘോഷയാത്രയുടെ പുറകിൽ പോയി എപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നോ അവിടെ ചെന്ന് ഒന്നും മിണ്ടാതെ നിൽക്കാം. അങ്ങനെ കൂടുതലെന്തു വരാനാ? എന്ത് സംഭവിച്ചാലും നോക്കാം. വേണ്ട ശീതൾ, ഇത് തെറ്റാണ്. എനിക്ക് പേടിയാകുന്നു. നമുക്കിതിലൊന്നും പോകണ്ട. എന്താ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഒരേ ഒരു മകന്റെ ഘോഷയാത്രയ്ക്ക് പോകാൻ? പോയാൽ അനിൽചേട്ടൻ നിങ്ങളെ കണ്ട് ഒരുപാട് സന്തോഷിക്കും. ചിലപ്പോൾ ചേട്ടന്റെ മനസ്സിലും കാണും, വെളിയിൽ പറയാത്തതായിരിക്കും. നമ്മൾ ഇന്ന് ഈ പാരമ്പര്യം തകർത്തു കഴിഞ്ഞാൽ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളുടെ മക്കളുടെ ഘോഷയാത്രയ്ക്ക് പോകാൻ അനുമതി കിട്ടും. അവരുടെ മുഖത്തെല്ലാം സന്തോഷം വരും. അമ്മേ, അമ്മായി, എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. ഞാൻ നിങ്ങളെല്ലാം കൊണ്ടുപോകാം. നമ്മൾ തയ്യാറാണല്ലോ. കാറിൽ കയറി ഇരുന്നാൽ മാത്രം മതി. ചേച്ചി, പോകാം. ശീതൾ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്റെ കൂടെ വരാം. എന്തെല്ലാം പ്രത്യാഘാതം വരുമെന്ന് എനിക്കറിയില്ല. ഇനി എന്റെ മകന്റെ ഘോഷയാത്രയ്ക്ക് പോയേ പറ്റൂ. ഞാൻ പോവുക എന്റെ മകന്റെ ഘോഷയാത്രയ്ക്ക്. ശീതൾ നോക്കിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയുണ്ട്. ശീതൾ അമ്മയെയും അമ്മായിയമ്മയും വേറെയും കുറച്ച് സ്ത്രീകളെയും കൊണ്ട് കാറിൽ കയറിയിരുന്നു. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന ബാക്കി സ്ത്രീകളുടെ മുഖത്തും സന്തോഷം വിടർന്നു. ശീതൾ മോളെ, ഇന്ന് നീ കാരണം ഈ പരമ്പരാഗത നിയമം അങ്ങ് മാറിക്കിട്ടി. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. സന്തോഷമായി പോയി സന്തോഷമായി തിരിച്ചുവാ. ശീതൾ അങ്ങനെ ഘോഷയാത്രയ്ക്ക് പുറപ്പെട്ടു. വഴിയിൽ നല്ല കാടുമായിരുന്നു. ശീതളിന്റെ കാർ ഘോഷയാത്രയുടെ പുറകിലായി. പെട്ടെന്ന് ഘോഷയാത്രയ്ക്ക് നേരെ അമ്പുകൾ വരാൻ തുടങ്ങി. കുറെ ആദിവാസികൾ ഘോഷയാത്രയെ തടഞ്ഞു. ഞങ്ങളെ എന്തിനാ പിടിച്ചു വച്ചിരിക്കുന്നത്? ഞങ്ങളെ വിടൂ. എന്റെ മകൻ ഇന്ന് കല്യാണമാ. ഞങ്ങളെ വെറുതെ വിടൂ. ഇല്ല, നിങ്ങളെ വെറുതെ വിടില്ല. ഇന്ന് നിങ്ങളെല്ലാവരും ബലി കൊടുക്കാൻ പോകുക. അച്ഛാ, ഇവരെന്താ ഈ പറയുന്നത്? ഇന്ന് നമ്മൾ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. ഇവരുടെ ഉദ്ദേശം ശരിയല്ല. നമ്മളെ എന്ത് ചെയ്യാൻ കൊണ്ടുപോകുവാണോ ആവോ? എന്ത് ചെയ്യുമെന്നോ? മനുഷ്യ ബലി കൊടുക്കാൻ പോകുക. പക്ഷേ ഈ പാരമ്പര്യം നിർത്തലാക്കിയതാ. നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം അതുപോലെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുവരികയാ. ഈ പാരമ്പര്യം ഒരിക്കലും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ ഘോഷയാത്ര മുടക്കി അവരെല്ലാം ബലി കൊടുക്കുന്നവരാണ്. ഞങ്ങളുടെ ആചാരത്തിൽ ഇതെല്ലാം ഉള്ളതാണ്. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ച് ഞങ്ങളെ രക്ഷിക്കൂ. വഴി നിങ്ങളുടെ അടുത്തുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഘോഷയാത്രയിൽ നിങ്ങളോടൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കേട്ടു ഇന്നും ഒരു ഗ്രാമമുണ്ട്, അവിടെ സ്ത്രീകളെ പുരുഷന്മാർ തുച്ഛമായാണ് കരുതുന്നതെന്ന്. ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൊടുക്കും. ആര് സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ലയോ ആ ഘോഷയാത്രയ്ക്ക് വരുന്ന പുരുഷന്മാരെ ഒരു നല്ല പാഠം ഞങ്ങൾ വരെ പഠിപ്പിക്കും. നിങ്ങളുടെ ഘോഷയാത്രയിൽ സ്ത്രീകളില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വേദനകൾ സഹിക്കാൻ ഇപ്പോൾ തയ്യാറായിക്കൊള്ളൂ. ആദിവാസികൾ ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ശീതളും അമ്മയും അമ്മായിയമ്മയും പിന്നെ കുറെ സ്ത്രീകളുമായി വന്നു. നിൽക്കൂ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇതിൽ സ്ത്രീകളുമുണ്ട്. ഞങ്ങളുടെ കാർ പുറകിലായിരുന്നു, വഴിയിൽ കുടുങ്ങിപ്പോയി. പിന്നെ ഘോഷയാത്ര കണ്ടില്ല, നോക്കി നോക്കി വന്നതാണ് ഇവിടെ. പുരുഷന്മാർ മാത്രമേ ഉള്ളെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ ഘോഷയാത്രയിൽ സ്ത്രീകളുമുണ്ട്. അതുകൊണ്ട് ഇവരെയെല്ലാം വെറുതെ വിടൂ. ശീതളിനെയും ബാക്കി സ്ത്രീകളെയും കണ്ട് പുരുഷന്മാർ ഞെട്ടിത്തെരിച്ചു. അപ്പോൾ ആരും മിണ്ടിയില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇന്ന് ആ സ്ത്രീകൾ കാരണമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന്. ആദിവാസി ആ ഘോഷയാത്രയെ വെറുതെ വിട്ടു. ഘോഷയാത്ര വെറുതെ വിടൂ. ഇത് മനസ്സിലാക്കൂ. നിങ്ങൾ ഇന്ന് ഈ സ്ത്രീകൾ കാരണമാണ് ജീവിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ സ്ത്രീകൾ ഘോഷയാത്രയ്ക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. നമ്മൾ പുരുഷന്മാർ എന്നെന്നും സ്ത്രീകളെ ബഹുമാനിച്ചേ പറ്റൂ. സ്ത്രീകളുടെ വീട്ടിലെ സന്തോഷം മുടക്കുകയും ചെയ്യരുത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബലിയൊന്നും കൊടുക്കില്ല. എന്നാൽ ഞങ്ങൾ ഈ ഘോഷയാത്ര കുറെ നാളായി ശ്രദ്ധിക്കുന്നു. കല്യാണം നടക്കുന്ന സമയത്ത് പുരുഷന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. നിങ്ങൾ എല്ലാവരും സ്ത്രീകളെ ബഹുമാനിക്കണം. അവരെ ഘോഷയാത്രയിൽ കൂടെ കൊണ്ടുപോകണം. ഇത് കണ്ട് ഞങ്ങൾ ആദിവാസികൾ സന്തോഷവാരാണ്. പോയി സന്തോഷത്തോടെ കല്യാണം നടത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പൊയ്ക്കോളൂ. അന്ന് ധോൽപൂർ ഗ്രാമത്തിലെ പുരുഷന്മാർ പാഠം പഠിച്ചു. അങ്ങനെ അവർ ആ പരമ്പരാഗത ആചാരമങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അനിലിന്റെ ഘോഷയാത്രയിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഒത്തുകൂടി. ഇതെല്ലാം ശീതൾ ശ്രമിച്ചതുകൊണ്ടാണ് നടന്നത്. Thanks for watching.